അങ്ങനെ മൗണ്ട് സാനഡുവിൻ്റെ ബാക്കി വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ മൗണ്ട് സാനഡു രാത്രിയും പകലും വ്യത്യസ്ത ഭംഗിയിലാണ് നിൽക്കുന്നത്. അപ്പം ആ രണ്ട് ഭംഗിയും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ മൗണ്ട് സാനഡു രാത്രിയാണോ പകലാണോ കൂടുതൽ ഭംഗി എന്ന് നമുക്ക് നോക്കാം. പക്ഷേ നമുക്ക് ഡയറക്റ്റ് കാണുന്ന ആ ഒരു ഭംഗിയൊന്നും വീഡിയോയിൽ കാണില്ല കേട്ടോ. എങ്കിലും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് എല്ലാവർക്കും കാണാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം നമുക്ക് വീഡിയോ കാണാം. പക്ഷേ ഫോട്ടോക്ക് നല്ല ക്ലിയർ ഉണ്ട്, പക്ഷേ വീഡിയോയിലാകുമ്പോൾ ഒരു മങ്ങിച്ച പോലെയാണ്. ഇത്രയെങ്കിലും ഒരു ക്ലിയർ വീഡിയോയിൽ കിട്ടുന്നില്ല. ഇത് ഫോട്ടോ എടുക്കുമ്പം കിട്ടുന്ന ക്ലിയറാണ്. അപ്പം എന്തായാലും നമുക്ക് ഉള്ളത് വെച്ച് കാണാം. അപ്പം കുറേ വീഡിയോ എടുത്തിട്ടുണ്ട്, പക്ഷേ രാത്രിയിൽ ക്ലിയർ ഇല്ല എങ്കിലും എനിക്കിത് ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. സാനഡുവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും എന്തായാലും വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് ഇവിടെ ആസ്വദിച്ച് നടക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കിട്ടിയ ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പ്ലേ ഗ്രൗണ്ട് പോലെയാണ്, കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നു മോൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ മേലെ ആയിട്ടാണ് റെസ്റ്റോറൻ്റൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റെസ്റ്റോറൻ്റ് ഭാഗത്തു നിന്നാണ് അടിപൊളി പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന് കാണാൻ പറ്റിയ സൗകര്യം ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ ആരാണ് പാടുന്നത് എന്നൊക്കെ കാണാം. നമുക്കാകെ ഭാഷയും കേൾക്കാം. വീഡിയോ എടുക്കാനൊക്കെ കാകെ
ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഫുഡൊക്കെ നല്ല വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ഫുഡാണ്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇവിടെ ഒരു സ്വീറ്റ്സൊക്കെ വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് ടീയും ബ്ലാക്ക് കോഫിയും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ജ്യൂസ് ഐറ്റംസ് ഉണ്ട്. നല്ല ഭംഗിയിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ അത് കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നും. പക്ഷേ ഭക്ഷണം കഴിച്ചതിൻ്റെ മേലെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മളത് കഴിച്ചിട്ട് നമുക്കിനി പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിവിടെ ഇരുന്ന് കഴിക്കട്ടെ, എന്നിട്ട് ബാക്കി കാണാം കേട്ടോ. ഇതാണ് മൗണ്ട് സാനഡു റിസോർട്ടിലെ റെസ്റ്റോറൻറ്റ്. ആ തീയിൻ്റെ അടുത്ത് അപ്പോൾ ഇവിടുന്ന് മേലെ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്ന റിസപ്ഷൻ്റെ ഭാഗമാണിത്. റിസപ്ഷൻ്റെ മേലെയാണ് ഇവർ ഒരു റൂഫ് ഗാർഡൻ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ കയറി പോകണമെങ്കിൽ വേറൊരു എന്താ പറയുക, ഒരു കമ്പി കൊണ്ട് ഉണ്ടാക്കിയൊരു സ്റ്റെപ്പാണ്. അപ്പോൾ അത് കയറി പോകണം. അപ്പോൾ നമ്മളിനി അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് റൂഫ് ഗാർഡൻ കാണാം. അങ്ങനെ ഈ റൂഫ് ഗാർഡനിലേക്ക് വരുന്ന സമയത്ത് നല്ല പേടിയുണ്ടായിരുന്നു. താഴോട്ട് നോക്കുമ്പോൾ കാരണം ഒരു കമ്പീനെ കൊണ്ട് കെട്ടിയിട്ട് ഉണ്ടാക്കിയൊരു സ്റ്റെപ്പാണ്. അപ്പോൾ അതിൽ നിന്ന് എന്താ പറയുക, നമ്മൾ താഴോട്ട് താഴോട്ട് വീഴാൻ പോകുന്ന പോലെയുള്ള ഒരു ഫീലിംഗാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം കയറുമ്പോൾ നല്ല പേടിയുണ്ടാവും. പിന്നെ തിരിച്ചു വരുമ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഫോണ് പിടിച്ച് വീഡിയോ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം താഴോട്ടോ മേലോട്ടോ എങ്ങോട്ടോ നോക്കേണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ കംപ്ലീറ്റ് ഭാഗം കിട്ടാഞ്ഞത്. അപ്പോൾ ഈ റൂഫ് ഗാർഡനും എല്ലാം പകലായിരിക്കും ഇതിലേറെ ഭംഗി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം പകലത്തെ വീഡിയോ ഞാൻ വേറെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും. അപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് ഇത്രയൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. जब से